പരിണയം. രചന അവതരണം മിത്രവിന്ദ. വസുതി അത് പറഞ്ഞതും അവിടെ കൂടി നിന്ന എല്ലാ മുഖങ്ങളും അർജുനെ വെറുപ്പോടെ നോക്കി. പക്ഷെ വസുതിയുടെ ആ സംസാരം അംഗീകരിച്ചു കൊടുക്കാൻ ഗായത്രിക്ക് കഴിഞ്ഞില്ല. ഡി, നീ ആരെയാ മനുഷ്യമൃഗം എന്നുദ്ദേശിച്ചത്? ഏ, ഗായത്രി ചീറിക്കൊണ്ട് വസ്തുക്ക് നേർക്ക് പാഞ്ഞെടുത്തു. നിങ്ങളുടെ മകനെ തന്നെയാണ് ഞാൻ മനുഷ്യമൃഗം എന്ന് ഉദ്ദേശിച്ചത്. ഇത്രമാത്രം പെണ്ണുങ്ങളെ പ്രേമിച്ചുപേക്ഷിച്ചവനെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം? ഗായത്രിയുടെ വാ അടപ്പിച്ച് കളഞ്ഞു വസ്ത. ആരോഹി ഒട്ടൊരു അത്ഭുതത്തോടെയാണ് സ്വന്തം അമ്മയെ നോക്കിയത്. കാരണം ഇപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ പതുങ്ങി പതുങ്ങി നിന്ന അമ്മയ്ക്ക് ഇങ്ങനെയൊരു മുഖം ഉണ്ടായിരുന്നോ? അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ആരും തനിക്ക് വേണ്ടി സംസാരിക്കാനില്ലാതിരുന്ന ഈ സമയത്ത് തൻ്റെ അമ്മ തനിക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയല്ലോ എന്നോർത്ത് അവൾ അതീവ സന്തോഷത്തോടെ വസുതയെ നോക്കി. താഴെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾക്കും ബഹളങ്ങൾക്കും ഒന്നും ചെവി കൊടുക്കാതെ അർജുൻ മുകളിലേക്ക് കയറാൻ തുടങ്ങിയതും പിന്നെ നിന്ന് ആരോഹിയുടെ വിളി വന്നു. അർജുനൊന്നവിടെ നിന്നേ. മുഴക്കമുള്ള ആരോഹിയുടെ ശബ്ദം ഇതുവരെ കേട്ടിട്ടില്ലാത്തതിലും ശക്തിയോടെ വന്ന് അത് കാതിൽ പതിഞ്ഞപ്പോൾ അർജുൻ നിന്നിടത്ത് നിന്ന് അനങ്ങാതെ തിരിഞ്ഞു നോക്കി. പടികൾ പാതി കയറി നിൽക്കുകയാണവൻ. പിന്നാലെ ആരോഗ്യം കയറി ചെന്ന് അവന് തൊട്ടു മുന്നിലെ പടിയിൽ കയറി നിന്നു. തറവാട്ടിലുള്ളവരെല്ലാം അവർ രണ്ടുപേരെയും ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. ഇതെന്തൊരു പോക്കാണ്! എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ട് വെറുതെ അങ്ങ് പൊടിയും തട്ടി പോകാമെന്ന് കരുതിയോ? ഒന്നുമില്ലല്ലോ, 5 വർഷക്കാലം പ്രേമിച്ചവരല്ലേ നമ്മൾ. പരസ്പരം ഒന്നാക്കാൻ കൊതിച്ചവരല്ലേ? ഓ, സോറി സോറി. നമ്മളല്ലല്ലോ പ്രേമിച്ചതും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതും ഞാൻ മാത്രമല്ലേ. 5 വർഷക്കാലം എന്നെ പ്രേമിക്കുന്ന പോലെ അഭിനയിച്ച് ചതിച്ച് നിന്നെ ഒരു സമ്മാനം തന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞയക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവൾ രോഷത്തോടെ പറഞ്ഞു. മറുപടി പറയാൻ അർജുൻ നാവനക്കും മുന്നേ ആരോഹിയുടെ കൈപ്പത്തി അവൻ്റെ കവളിൽ പതിഞ്ഞിരുന്നു. അർജുനോടൊപ്പം എല്ലാവരും ഞെട്ടിത്തിരിച്ച് നിന്നുപോയ ഒരു നിമിഷമായിരുന്നു അത്. കാര്യം ആരോഗ്യ അർജുനെ കൈനിവർത്തി അടിക്കുമെന്ന് എന്തിനേറെ പറയുന്നു വസത പോലും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ അവർക്ക് മനസ്സിൽ സന്തോഷം തോന്നി. അത്രയെങ്കിലും പ്രതികരിച്ചല്ലോ അവൾ. വസത മനസ്സിൽ ഓർത്തു. ഗായത്രി സ്റ്റെപ്പ് ഊട്ടിക്കയറി അവൾക്ക് അടുത്തേക്ക് വന്നു. ഡീ, നീ എന്താടി കാണിച്ചത്? നിങ്ങളുടെ മുഖത്ത് കണ്ണില്ലേ? എടുത്തടിച്ച പോലെ ആരോഗ്യ തിരിച്ചു ചോദിച്ചു. ശരിക്ക് പറഞ്ഞാൽ ഈ അടി നിങ്ങളുടെ മകനല്ല കൊടുക്കേണ്ടത്, നിങ്ങൾക്കാണ്. ഇത്രയും തോന്നിവാസിയായിട്ട് ഒരു മകൻ വളർന്നിട്ടും അതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്തു നിങ്ങൾ. ഒരുപക്ഷെ തുടക്കത്തിൽ നിങ്ങൾ തിരുത്തിയിരുന്നെങ്കിൽ ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൻ ഇത്രമാത്രം അധപ്പതിച്ചു പോവില്ലായിരുന്നു. ആരോഗ്യ അത് പറഞ്ഞുകൊണ്ട് താഴെ നിൽക്കുന്ന ആരെയും നോക്കാതെ അവളുടെ റൂമിലേക്ക് കയറിപ്പോയി. പാവം ആരോഗ്യ അവൾക്ക് കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. കാര്യം അവൾക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് അർജുനെ പറ്റി താൻ താഴെ നിന്ന് കേട്ടത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അർജുനോട് അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിൽ പോലും കഴിഞ്ഞുപോയ 5 വർഷങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെറിച്ചെത്തി. തന്നോട് സ്നേഹത്തോടെ സംസാരിച്ചവൻ, പ്രണയത്തോടെ തന്നെ നോക്കിയവൻ, അവനാ സമയം തന്നെ കൂടാതെ മറ്റു പല പെണ്ണുങ്ങളും ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കവേ ആരോഗ്യക്ക് വല്ലാത്ത സങ്കടം തോന്നി. 1-2 വർഷമല്ല, 5 വർഷക്കാലമാണ് അവൻ തന്നെ വെറും വെട്ടിയാക്കി കളഞ്ഞത്. എന്തിനേറെ പറയുന്നു, അവൻ ചതിച്ചെന്ന് പറയുന്നതിനേക്കാളേറെ കൂടുതൽ ചതിക്കപ്പെടാൻ താൻ നിന്നു കൊടുത്തു എന്നു പറയുന്നത് തന്നെയാണ് ശരി. പല തവണ അർജുനെ സംശയിക്കാൻ തക്ക കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അവൻ വീക്കെൻഡ് ക്ലാസ് കഴിഞ്ഞു വരുന്ന സമയത്ത് അവൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയ ലിപ്സ്റ്റിക്ക് അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവൻ്റെ ഏതോ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ആണെന്ന്. അതുമാത്രമല്ല, പലപ്പോഴായി അവൻ്റെ ബാഗിൽ നിന്നും ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയ പെൺകുട്ടികൾ മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങൾ അന്നെല്ലാം ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് സമർത്ഥമായി തന്നെ അവൻ വിശ്വസിപ്പിച്ചു. ഒരുപക്ഷെ അന്ന് ശരിക്കും അന്വേഷിച്ചിരുന്നെങ്കിൽ അവൻ്റെ കള്ളങ്ങൾ പണ്ടേ പൊളിച്ചെടുക്കാമായിരുന്നു. ആരോഗ്യം മനസ്സിലോർത്തു. അവൾ മുറിയിലേക്ക് കയറി വന്നതുകൊണ്ട് വെപ്രാളത്തോടെ ഓടി വരികയാണ് വസുത. അവർക്ക് പേടിയാണ് ആരോഹി എന്തെങ്കിലും കടുങ്കി ചെയ്ത് കളയുമോ എന്ന്. മോളെ, വാതിൽ തുറക്ക്. ചേർത്തടച്ച വാതിലിനപ്പുറം നിന്ന് വാതിലിൽ ശക്തിയായി കൊട്ടുകയാണ് വസുത. നനഞ്ഞൊഴുകാൻ തുടങ്ങിയ മിഴികൾ
അമർത്തി തുടച്ചുകൊണ്ട് ആരോഗ്യം ഒന്നും സംഭവിക്കാത്ത പോലെ ചെന്ന് വാതിൽ തുറന്നു. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഓടിപ്പിടിച്ചു വന്നത്? ഏയ്, ഒന്നുമില്ല. നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് കരുതിയപ്പോ അത് കൊള്ളാം. ഞാൻ ഈ തറവാട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആദ്യമായിട്ടാ? അങ്ങനല്ല മോളെ. വസത കൃത്യമായി കാരണം പറയാതെ വിക്കിയതും ആരോഗ്യക്കത് പിടികിട്ടി. ദേ നോക്കമ്മേ, അങ്ങനെ പ്രേമം പൊട്ടിയെന്ന് പറഞ്ഞ് മുന്നും പിന്നും ചിന്തിക്കാതെ അമ്മ വിചാരിക്കുന്ന പോലെ ഒരു കയ്യബദ്ധമൊന്നും ഞാൻ കാണിക്കില്ല. ഞാനത് 100% എൻ്റെ അമ്മയ്ക്ക് ഉറപ്പ് തരുന്നു. പിന്നെ 5 വർഷം ഞാൻ അയാളെ ആത്മാർത്ഥമായിട്ടാണ് പ്രേമിച്ചത്. അതുകൊണ്ട് മറക്കാനും എനിക്ക് കുറച്ച് സമയം വേണം. പക്ഷെ ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തത്. അത് തന്നെയാണ് മോളെ നല്ലത്. കുറച്ച് കഷ്ടപ്പെട്ടായാലും അർജുനെ നീ എന്നേക്കുമായി മറന്നു കളയണം. അവനെപ്പോലെ വൃത്തികെട്ടവനെ അല്ല എൻ്റെ മോൾക്ക് ആവശ്യം. അവനേക്കാൾ എന്തുകൊണ്ടും യോഗ്യനായ ഒരു പയ്യനെ നീ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഗായത്രിയുടെ ഏട്ടത്തെയും ശബരിയേട്ടനും ഇതിൽ കൂട്ടുനിന്നല്ലോ എന്നും ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം. വസുത അവരുടെ മനസ്സിലെ സങ്കടം ആരോഗ്യയോട് പങ്കുവച്ചു. തൽക്കാലം അതൊന്നും ഓർത്ത് നമ്മൾ നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ചെയ്ത തെറ്റിനുള്ള ബലം എന്തായാലും ഈശ്വരൻ അവർക്ക് കൊടുക്കും. വസുത പറഞ്ഞതും ആരോഗ്യം മൗനമായി കേട്ടു നിന്നതേ ഉള്ളൂ. അവൾക്ക് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും തന്നെയില്ല. മോൾക്ക് വയ്യാതിരുന്നതല്ലേ, മോൾ കുറച്ച് സമയം കൂടി കിടക്കണമെങ്കിൽ കിടന്നു. അമ്മ പോയി ഒരു ചുക്ക് കാപ്പി ഇട്ടിട്ട് വരാം. വസുത പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നപ്പോൾ ആരോഗ്യ പതിയെ ബെഡിലേക്ക് കിടന്നു. അവിടെ കണ്ണടഞ്ഞു തുടങ്ങിയ നേരത്താണ് ഫോൺ റിങ് ചെയ്തത്. സൈഡ് ടേബിൾ ഇരുന്ന ഫോൺ പതിയെ കൈ എത്തിച്ച് ചെവിയോരം ചേർത്ത് വെച്ചു. ഹലോ ആരോഹി. മറുതലയ്ക്ക് നിന്ന് അക്ഷിതിൻ്റെ ശബ്ദം. പതിവ് പോലെ ഗൗരവമൊന്നുമില്ല, കരുതലിൻ്റെ ഭാവം നിറഞ്ഞു നിന്നു അവൻ്റെ സ്വരത്തിൽ. ഹലോ സാർ, പറയൂ. പെട്ടെന്ന് ചാടിപ്പിടിഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് അത് പറഞ്ഞതിനാൽ തന്നെ ആരോഗ്യയുടെ ശബ്ദം വല്ലാതെ വലിഞ്ഞു പോയിരുന്നു. എന്തു പറ്റിയിടൂ? തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അവളുടെ ശബ്ദത്തിലെ ഭാവവ്യത്യാസം തിരിച്ചറിഞ്ഞതും അക്ഷിത ചോദിച്ചു. നോ സർ, ഞാൻ ഓക്കെയാണ്. എങ്ങനെയുണ്ട് തനിക്കിപ്പോൾ? ഹോസ്പിറ്റലിൽ പോയോ? ഇല്ല സാർ, വീട്ടിൽ മരുന്നുണ്ടായിരുന്നു, അത് കഴിച്ചു. ആണോ? ഓക്കെ ഓക്കെ. കുറവില്ലെങ്കിൽ നാളെ കൂടി ലീവ് എടുത്തിട്ട് മറ്റന്നാൾ വന്നാൽ മതി. ശരി സർ. കുറഞ്ഞില്ലെങ്കിൽ ഞാൻ ലീവ് എടുത്തോളാം. അതും പറഞ്ഞ് അക്ഷിത കോൾ കട്ട് ചെയ്തു. എന്നിട്ടും ആരോഗ്യ പലവിധ ചിന്തകളോടെ കട്ടിലേക്ക് ഇരുന്നു. പതിയെ ഉറക്കം അവളുടെ മിഴികളെ പൊതിഞ്ഞതും അവൾ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. വസുധ ചൂട് ചുക്ക് കാപ്പിയുമായി അവൾക്കരികിലേക്ക് വരുമ്പോൾ കാണുന്നത് റൂമിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന ആരോഗ്യയാണ്. എന്തുകൊണ്ടോ അവളെ വിളിച്ചുണർത്തിയത് കൊടുക്കാൻ അവർക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവർ നേരെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി അത് വെച്ചു. ആരോഗ്യയുടെ ജീവിതത്തിൽ നിന്ന് ദിവസങ്ങൾ ഒന്നൊന്നായി അടർന്നു പോയിക്കൊണ്ടേയിരുന്നു. കൃഷ്ണമേനോന്റെ നിർബന്ധം കാരണം വസതിക്കും ആരോഗ്യക്കും അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിഞ്ഞില്ല. സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര പോയ വസുദേവൻ മടങ്ങിയെത്തി. തറവാട്ടിലുണ്ടായ കോലാഹലങ്ങളൊക്കെ അയാൾ അറിഞ്ഞപ്പോൾ അർജുനെ അടിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ ചെന്നു. പിന്നീട് തറവാട്ടിലുള്ള എല്ലാവരും ചേർന്ന് വസുദേവനെ സമാധാനിപ്പിക്കുകയായിരുന്നു. സംഭവങ്ങളെല്ലാം നടന്നിട്ട് ഏകദേശം 1 മാസത്തോളം പിന്നിട്ടിരിക്കുന്നു. ഇന്നാണ് ആരോഗ്യയ്ക്ക് ആദ്യമായി അവളുടെ സാലറി ലഭിച്ചത്. സാലറി കയ്യിൽ കിട്ടിയതോടെ ആരോഗ്യയും നീലിമയും പുറത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്തു. മറ്റൊന്നിനുമല്ല, 2 പേർക്കും അവരവരുടെ വീട്ടുകാർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ജോലി കിട്ടിയതിൻ്റെ സന്തോഷ സൂചകമായി. പിന്നെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും മേടിക്കണം. അതൊക്കെയായിരുന്നു അവരുടെ മനസ്സിലെ ഉദ്ദേശം. അക്ഷയ് ഒരു ഡീലിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വിദേശയാത്ര പോയിരിക്കുകയാണ്. അതിനാൽ തന്നെ ഒരാഴ്ച ഓഫീസിൽ ആരോഗ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പതിവ് പോലെ വർക്കെല്ലാം തീർത്ത് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നവളെ കാത്ത് അക്ഷമയോടെ നീലിമ ഓഫീസിൻ്റെ എക്സിറ്റിൻ്റെ അവിടെയുണ്ട്. നീ എന്താ ആരോഗ്യം ഇത്ര താമസിച്ചേ? എൻ്റെ പൊന്നുമോളെ, എല്ലാം ചെയ്ത് അവസാനം ഫൈനൽ റിപ്പോർട്ട് സാറിന് മെയിൽ അയക്കണം. അതും കൂടി അയച്ചിട്ടുള്ള വരവാ. ഇനിയിപ്പോൾ അത് മറന്നാൽ പറയും അതെവിടെ ഇതെവിടെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആദ്യമേ നമ്മൾ തന്നെയെല്ലാം അയച്ചു കൊടുത്താൽ
ആ പണി അങ്ങ് തീരുമല്ലോ. ആരോഹി സമാധാനത്തോടെ പറഞ്ഞു. എന്നിട്ട് നിന്റെ സാർ എവിടെ പോയതാ ശരിക്കും? നീലിമ ചോദിച്ചു. സാർ ദുബായിലൊരു ബിസിനസ് മീറ്റിങ്ങിന് പോയതാണ്. ഒരാഴ്ചത്തേക്കാ പോയത്. മിക്കവാറും നാളെ ഓഫീസിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ദിവസങ്ങളായല്ലോടി. ആരോഹി ആലോചനയോടെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, ആവശ്യമില്ലാത്ത ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ നല്ല സമയം പോകും. നമുക്ക് വേഗം സിറ്റിയിലേക്കുള്ള ബസ് പിടിക്കാം. എന്നിട്ട് അവിടെ പോയി വീട്ടുകാർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടേ തിരികെ പോകാം. അത് മതി. മാളിലാവുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരിടത്ത് തന്നെ കിട്ടുമല്ലോ. പിന്നെ 56 കടക്കറി അല്ലെങ്കിൽ നടക്കണം. നീലിമ ആരോഗ്യോട് പറഞ്ഞു. രണ്ടുപേരും സിറ്റിയിലേക്കുള്ള ബസ് കയറി. സിറ്റിയിലെ പ്രശസ്തമായ ഒരു മാളിൽ നിന്ന് വീട്ടുകാർക്കുള്ള വസ്ത്രവും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആരോഹി നീലിമയും. പെട്ടെന്നാണ് നീലിമ ആരോഹിക്കൊരു കാഴ്ച കാണിച്ചു കൊടുത്തത്. മറ്റൊന്നുമല്ല, മാളിൻ്റെ ഒരു വലിയ തൂണിന് മറവിൽ നിന്ന് പരസ്പരം ചുംബിക്കുന്ന അർജുനും ഒപ്പം മറ്റേതോ ഒരു പെണ്ണും. ആ കാഴ്ച കാണാൻ ആരോഗ്യയുടെ നെറ്റി ചുളിഞ്ഞു പോയിരുന്നു. വല്ലാത്തൊരു വ്യതയോടെ അവൾ അവര് നേർക്ക് മുഖം നോക്കി. ഇവനൊരു വൃത്തികെട്ടവനാണെന്നറിയാമെങ്കിലും ഇത്രയും തരം താഴ്ന്നു പോകുമെന്ന് അവൾ ഓർത്തിരുന്നില്ല. അത് കാണെ ആരോഗ്യക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നി. അന്ന് വൈകുന്നേരം ആ വീട്ടിൽ ആരോഗ്യയുടെ വരവും കാത്തിരുന്നത് മറ്റു ചില കാര്യങ്ങളായിരുന്നു. തുടരും.